ഇന്ന് പ്രത്യേകമായ ഒന്ന് ഹാപ്പിനെസ് ഉണ്ട്. ബിക്കോസ് ഞാൻ ഇവിടെ തോന്നുന്ന ആൾക്കാരെല്ലാവരും ഹൈലി എഫക്റ്റീവ് ആണ്, സ്ട്രോങ് ആണ്. ബിക്കോസ് ദേ ആർ പാർട്ട് ഓഫ് ബാലൻസ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ഈ ബാലൻസ് ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് നമുക്ക് ചെയ്യാവുന്ന ബെസ്റ്റ് കാര്യം. ലോകത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം അതാണ്. അത് പുറത്ത് അടുത്ത ആൾക്കാരെ കൊടുക്കുക, അപ്പുറത്തെ ഫ്രണ്ട്സിന് കൊടുക്കുക, അടുത്ത നാട്ടുകാർക്ക് കൊടുക്കുക, റിലേറ്റീവ്സിന് കൊടുക്കുക. ഇത്രയും ചെയ്താൽ തന്നെ നമുക്ക് കുറേ നല്ല കാര്യം ചെയ്യുന്നു പറയാൻ കൊടുക്കാം. ബിക്കോസ് ഇന്നത്തെ സമൂഹത്തിലെ തിരക്കാണ്, റോഡാണ്, ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാവരും മറക്കുന്ന കോമൺ കാര്യം സ്വന്തം ലൈഫിനെ പറ്റി ചിന്തിക്കാത്തതാണ്. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ സമൂഹത്തിൽ എത്തിക്കുക, അതുവഴി പല പല അസുഖത്തെ മാറ്റാൻ പറ്റും. അതൊരു ഭാഗമാണ് ക്യാൻസർ. ഇതിനെപ്പറ്റി പറയാൻ കാരണം ഞാൻ പറയാൻ കാരണം ഞാൻ ഡോക്ടർ KV ഗംഗാധരൻ, മിംസ് ഹോസ്പിറ്റലിലെ HOD ഓഫ് മെഡിക്കൽ ഓങ്കോളജി വിഭാഗത്തിലാണ് ഡോക്ടറാണ്. അതുകൊണ്ടാണ് ഞാൻ എത്തിപ്പെടാൻ കാരണം. ബിക്കോസ് ഇന്ന് വേൾഡ് ക്യാൻസർ ഡേ ആയതുകൊണ്ട് എല്ലാവരും പൊതുവെ എല്ലായിടത്തും ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ്സുകൾ ഉണ്ടാക്കി. അതിന്റെ ഭാഗമായിട്ടാണ് മിംസ് ഹോസ്പിറ്റൽ ഓർഗനൈസ് ചെയ്തത്. അത് നിങ്ങളുടെ കൂടെ വരാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കുന്നു. ഞാൻ പ്രതീക്ഷിച്ചതല്ല, ഇവരാണ് കോർഡിനേറ്റ് ചെയ്തത്. ഈ MEX7 എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഭയങ്കര ഹാപ്പിയായി. ബിക്കോസ് നിങ്ങൾ അതുപോലെ ഭയങ്കര ആക്റ്റീവായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്, ആക്റ്റീവായി നിൽക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. വളരെ ചിരിക്കാതെ വലിയ കാര്യപ്പെട്ടത്. പലപ്പോഴും ചിരിക്കാറില്ല ആൾക്കാർ. ഈ ഒരു പോസിറ്റീവ് പോയിന്റ് എല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ട് നല്ല ദിവസം കടപ്പെട്ടാൽ നമുക്ക് we can talk few words regarding what is the importance of World Cancer Day. വേൾഡ് ക്യാൻസർ ഡേ എല്ലാ കൊല്ലവും February 4 തന്നെയാണ്. അന്ന് ശരിക്കും ഉദ്ദേശിക്കുന്നത് ജനങ്ങളിലേക്ക് എന്താണ് ക്യാൻസർ, അതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുമോ, ക്യാൻസർ സ്ക്രീനിങ് പ്രോഗ്രാമുകളുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ബെസ്റ്റ് ട്രീറ്റ്മെന്റ്, എന്തായിട്ട് കൊടുക്കാൻ ബെസ്റ്റ് ഔട്ട്കം, ഇതിനെപ്പറ്റി അവയർനെസ് കൊടുക്കാന്നുള്ളതാണ്. എപ്പോഴും ക്യാൻസർ എന്നാൽ എല്ലാവർക്കും സങ്കടം തന്നെയായിരിക്കും. ആർക്കും ക്യാൻസർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. പക്ഷെ നമുക്ക് വന്നാൽ അതിനെ ചികിത്സിക്കാൻ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ തടഞ്ഞു നിർത്താം, പ്രിവെന്റ് ചെയ്യാവുന്ന എന്താണ് ഇമ്പോർട്ടന്റ് കാര്യം. ബിക്കോസ് ബാലൻസ് ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുക, ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യുക, റെഗുലർ എക്സസൈസ് പ്രോഗ്രാം ചെയ്യുക, ഒബേസിറ്റി കുറച്ചു കൊണ്ടുവരിക. ഒബേസിറ്റി മുഴുവൻ ഒഴിവാക്കാൻ പറ്റില്ല, കുറയ്ക്കാൻ നോക്കുക. പിന്നെ നോർമൽ ലൈഫ് നമ്മൾ അഡ്വൈസ് ചെയ്യും. എല്ലാവർക്കും ആഗ്രഹിക്കുന്നത് നോർമൽ ലൈഫാണ്. നമ്മൾ എക്സസൈസ് വേണ്ട, താഴോട്ട് പോകണ്ട, നോർമൽ ബാലൻസ് ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഇതിന് ക്യാൻസറിനായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ കാര്യങ്ങൾ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. റെഗുലറായിട്ട് ഒരു 40 minutes എക്സസൈസ് പ്രോഗ്രാം ചെയ്യുക എന്നുള്ളത്. അത് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇൻഫാക്ട് നിങ്ങൾ ഞാൻ വളരെ നല്ല ഗ്രൂപ്പാണ്. ബിക്കോസ് സ്ക്രീനിങ് പ്രോഗ്രാം ഉണ്ട്. അതിന് പ്രധാനപ്പെട്ടത് 5 ക്യാൻസറാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമൂഹത്തിൽ കാണുന്ന കോമൺ ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. എന്ന് പറഞ്ഞാൽ 35% to 40% ഓഫ് ഫീമെയിൽ ക്യാൻസർ ഈസ് ബ്രസ്റ്റ് ക്യാൻസർ. അതുകൊണ്ട് വീട്ടിൽ എല്ലായിടത്തും ഉണ്ട്, എല്ലാവരും കാണാൻ പറ്റും. അടുത്ത സിസ്റ്റർ അയക്കാം, മദർ അയക്കാം, വൈഫ് അയക്കാം, ആരെങ്കിലും ആൾക്കും കിട്ടുന്നുണ്ട്. അത് തടഞ്ഞു നിർത്താൻ പറ്റിയ ഭയങ്കര നല്ല കാര്യമാണ്. ബിക്കോസ് അത് ഡിസ്കഷൻ ഇടാൻ എന്താണ് സംഭവിക്കുന്നത്. ഇന്ന് ഇത്രയും ഡെവലപ്പായി, ഇന്ന് എഡ്യൂക്കേഷൻ മേഖല ബെറ്ററാണ്, നമ്മുടെ നഴ്സിന് ബെറ്ററായി. ഇന്നും കഴിഞ്ഞ ആഴ്ച വന്ന പേഷ്യൻറ്റും അവർ ബെസ്റ്റിലാണ്. അത് ക്യാൻസർ ഒന്നും അറിയിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പുറത്ത് പറയുമ്പോൾ ഡോക്ടറെ പോയി കാണിക്കണ്ടേ, ബയോപ്സി എടുത്ത് നോക്കണം, ബേസിക് ടെസ്റ്റ് ചെയ്യണം. അതിനിപ്പോഴും മടിയാണ്. അതുകൊണ്ടാണ് ഈ വേൾഡ് ക്യാൻസറിനെ പറ്റി പറയുമ്പോൾ എപ്പോഴും ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് ബ്രസ്റ്റ് ക്യാൻസറാണ്. അതിന് സൗകര്യങ്ങളുണ്ട്, എല്ലാ സൗകര്യം എല്ലായിടത്തും ഉണ്ട്. മാമോഗ്രാഫി എടുത്ത് നോക്കുക, അടുത്ത ഡോക്ടറെ കാണിക്കുക, ഏറ്റവും അടുത്ത ഡോക്ടറെ കാണിച്ചാൽ മതി. അതെന്താ മനസ്സിലാക്കുക. ഇവിടെയാണ് മടി കാണിക്കുന്നത്. അതിലാണ് പലപ്പോഴും നമുക്ക് മിസ്സാവുന്നത്. അഡ്വാൻസ് സ്റ്റേജ് ആയി കഴിഞ്ഞാൽ അതിൽ ചികിത്സ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, ഔട്ട്കം മോശമാണ്. അപ്പൊ ഇതിനെ നമുക്ക് ആൾക്കാരെ അറിയിച്ചാൽ ഒരു വീട്ടിൽ എപ്പോഴും ആർക്കാ ക്യാൻസർ ഉണ്ടാവണേ, അമ്മയ്ക്ക് ഉണ്ടാവണം അല്ലേ. ഒരു മദറിന് ക്യാൻസർ വരുന്നു പറഞ്ഞാൽ വീട് മുഴുവൻ ബുദ്ധിമുട്ടാണ്. അവരുടെ മാക്സിമം എഫേർട്ട് കൊടുക്കുക, നേരത്തെ കണ്ടുപിടിക്കാനുള്ള ശ്രമം. ശരിക്കും ക്ലിനിക്കൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ എല്ലാ മാസവും സ്വയമായിട്ട് സ്ഥലപരിശോധന നടത്താൻ പറ്റും. മാസം കൂടെ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ ശേഷം എല്ലാ സ്ത്രീകളും സ്വന്തമായിട്ട് എക്സാമിൻ ചെയ്യാവുന്ന സൗകര്യമുണ്ട്. നിങ്ങൾ നമ്മള് എവിടെ നോക്കിയാലും ഓൺലൈൻ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും എങ്ങനെ നോക്കേണ്ടതെന്നുള്ളത്. അത് വെച്ച് എല്ലാ മാസം നടത്തിക്കാൻ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ 40 വയസ്സ് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇയർലി വൺസ് 40 to 60 വയസ്സ് വരെ മാമോഗ്രാഫി ടെസ്റ്റ് ഇയർലി വൺസ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും സംശയം തോന്നാൽ അടുത്ത ഡോക്ടറെ കാണിക്കാം. ശരിക്കും ഓങ്കോളജിസ്റ്റ് കാത്തുക്കണമെന്നില്ല, അടുത്ത ഡോക്ടറെ കാണിച്ചാൽ മതി. എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാം. അടുത്ത് വേറെ ചെയ്യാവുന്നതാണ് ഗർഭാശയകള ക്യാൻസറുകൾ, ക്യാൻസർ സർവീസ്. ഇതും നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. സിമ്പിൾ 40 വയസ്സ് കഴിഞ്ഞും പിന്നെയും ബ്ലീഡിംഗ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു മാസം വരെ കഴിഞ്ഞിട്ട് ബ്ലീഡിംഗ് കാണുക, ഇടയ്ക്കിടയ്ക്ക് സ്പോട്ടിങ് കാണുക, ഒരു ഡിസ്ചാർജ് വരിക, ഇവരൊക്കെയാണ് നമ്മൾ സസ്പെക്ട് ചെയ്യേണ്ടത്. അപ്പോഴും പോയിട്ട് അടുത്ത് ഡോക്ടറെ കാണിച്ചാൽ മതി. ഏതെങ്കിലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ച് കണ്ടുപിടിക്കാവുന്ന കാര്യമുള്ളൂ. ഇവിടെ ഒരു മടി കാണിക്കും.
ഈ മടി കാണിക്കാനാണ് നമ്മൾ ഉപയോഗിച്ച ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. പിന്നെ വേറെ ഒന്നും കാര്യം, ഒരിക്കലും ഈ ഏർലി സ്റ്റേജിൽ വേദന ഉണ്ടാവില്ല. വേദന ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ഹോസ്പിറ്റലിൽ എത്തും. വേദന ഇല്ലാത്ത സ്റ്റേജിലാണ് കണ്ടുപിടിക്കേണ്ടത്. അവിടെയാണ് വേറെ ഒന്ന് മിസ്സാവുന്നത്. അടുത്ത പോയിന്റ് പറഞ്ഞാൽ വേറെ ഒന്നാണ് വൻകുടലിലെ ക്യാൻസറുകൾ. അതിപ്പോ നാട്ടിലെ മലബാർ ഏരിയയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മേ ബി അവർ ലൈഫ് സ്റ്റൈൽ ആയിരിക്കാം, ഫുഡ് ഹാബിറ്റ്സ് ആയിരിക്കാം, ഫാസ്റ്റ് ഫുഡ് ആയിരിക്കാം, ഇതൊക്കെയാണ് കാരണക്കാരി നിൽക്കുന്നത്. എന്തായാലും അതിന്റെ നമ്പറും എണ്ണവും ദിനം പ്രതി കൂടുന്നുണ്ട്. ഇത് കാണുന്നത് എങ്ങനെയാണ്? ഒരു 30 years, 35 years, 40 yearsലൊക്കെ മലം കറുത്ത നിറത്തിൽ കാണുന്നു, മലത്തിൽ ബ്ലഡ് കാണുന്നു, ക്ഷീണിച്ചു പോകുന്നു, വയറ് സ്തംഭിച്ചു പോകുന്നു. അല്ലെങ്കിൽ ബവൽ ഹാബിറ്റ്സ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. മൃഗങ്ങളായ ബവൽ ഹാബിറ്റ്സ് മാറിയിട്ട് ഇടയ്ക്ക് മോഷൻ പോകാതെയാവുന്നു, ഇടയ്ക്ക് കൂടുതൽ മോഷൻ പോകുന്നു. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ സസ്പെക്ട് ചെയ്യുമ്പോഴും ഒരു ഡോക്ടറെ കാണിച്ച് കൊളോണോസ്കോപ്പി എടുത്ത് നോക്കണം, ബയോപ്സി ചെയ്ത് നോക്കണം. ഇത് ചെയ്യാവുന്ന സൗകര്യമാണ്. 50 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും ഒരു കൊളോണോസ്കോപ്പി എടുത്ത് നോക്കും. എനി സസ്പീഷ്യസ് ഉണ്ടെങ്കിൽ അടുത്ത ഡോക്ടറെ കാണിക്കുന്നതാണ്. ഇത് എന്തെങ്കിലും വയറ് സ്തംഭിച്ചു വരുന്നു, ബവൽ ഹാബിറ്റ്സ് കറക്റ്റായി വരുന്നില്ല, ഇതിനൊക്കെ ആകുമ്പോൾ നമ്മൾ പോയി കാണിക്കലാണ് ഇമ്പോർട്ടന്റ്. ഇനി ഞാൻ കൂടുതൽ പറയുന്നില്ല, ബിക്കോസ് നമ്മൾ കൂടെ കുറെ ഡോക്ടേഴ്സ് ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് പറയുന്നതാണ് ഓറൽ ക്യാൻസേഴ്സ്. ഓറൽ ക്യാൻസേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ബിക്കോസ് 25 years എല്ലാവരും ഒരു ENT എക്സാമിനേഷൻ നടത്താം. ഇയർലി വൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലക്ഷണങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ചെറിയ ചെറിയ അൾസറുകള്, വ്രണങ്ങള്, അവിടുന്ന് ബ്ലീഡ് ചെയ്യുക. ഇത് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചാൽ പരിപൂർണമായ ചികിത്സ ഉണ്ട്. അതില്ലെങ്കിൽ ഔട്ട്കം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏറ്റവും വേറൊരു കാര്യം പറയാനുള്ളത് സ്മോക്കിംഗ് ഒഴിവാക്കുക, പുകവലി ഒഴിവാക്കുക, പുകവലി ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുക. അല്ലെങ്കിൽ തന്നെ എയർ പൊല്യൂഷൻ, ധാരാളം എയർ പൊല്യൂഷൻ ഉണ്ട്. അതിന് നമുക്ക് ക്യാൻസർ ഉണ്ടാകാൻ സാധ്യത കൂടുന്നുണ്ട്. പക്ഷെ ഒഴിവാക്കാൻ എന്താണ്? പുകവലി ഒഴിവാക്കാവുന്ന കാര്യമാണ്, പുകവലി ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. ഇത് രണ്ടുമാണ് ലങ് ക്യാൻസറിന്റെ പ്രധാന കാരണം. ശ്വാസകോശ അർബുദം വളരെ കോമൺ ആണ്. 30% ഓഫ് ഓൾ ക്യാൻസർ ഇസ് ലങ് ക്യാൻസർ. ഇതുണ്ടാവാൻ 90% കാരണം എപ്പോഴും പുകവലി തന്നെയാണ്. അത് ഒഴിവാക്കാൻ പറ്റും. പിന്നെ എയർ പൊല്യൂഷൻ മാക്സിമം കുറയ്ക്കാൻ നോക്കുന്നതാണ് ചെയ്യാവുന്ന കാര്യം. ഇത്രയും പറഞ്ഞ എന്റെ വാക്കുകൾ അവസാനിക്കുന്നത്. ബിക്കോസ് അതിന് 2 ഡോക്ടേഴ്സ് ഉണ്ട്. നിങ്ങളുടെ മോർണിംഗ് എല്ലാവരും വീട്ടിൽ പോകാൻ കാത്തിരിക്കുകയാണ്. നെക്സ്റ്റ്